ഉമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ സംസാര വിഷയം ഫുട്ബോളിനെ പറ്റിയിട്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഫുട്ബോൾ കുക്കീസ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ബട്ടർ, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പഞ്ചസാര പൗഡറും ബട്ടറും കൂടി നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഗോതമ്പ് മാവ് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളിവിടെ ഇതിൽ മൈദയോ അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വീട്ടിൽ തന്നെയുള്ള ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഗോതമ്പ് മാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. അതിൽ നമ്മൾ എസൻസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞങ്ങളിപ്പോൾ ഒരു 4 വർഷമൊക്കെ ആയി കാണും. ഞങ്ങൾ വെളിയിൽ നിന്ന് ബിസ്ക്കറ്റൊന്നും വാങ്ങാറില്ല, വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ബിസ്ക്കറ്റ് മാത്രമല്ല, ബിസ്ക്കറ്റ്, ബ്രെഡ്, ചോക്ലേറ്റ് എല്ലാം കുട്ടികൾക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങുന്നത്. ഇപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങാറില്ല. അപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോഴൊക്കെ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്രഞ്ചിനെസ് വരില്ല. 1-2 പ്രാവശ്യമൊക്കെ അത് അങ്ങനെ ആയാലും പിന്നെയും നമ്മളത് 2-3-4 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് ശരിയായി കിട്ടും. ആദ്യം ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ഈ മാവ് നമ്മൾ മാവിൻ്റെ പകുതി ഭാഗം 1 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ട് കുഴച്ച് മാറ്റി വയ്ക്കണം. ഈ 2 മാവിനെയും വേറെ 2 ബോൾസുകളാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു കൈ കൊണ്ടൊന്ന് പരത്തി ഒരു ഫുട്ബോളിൻ്റെ ഷേപ്പിൽ ഒരു പാത്രത്തിൻ്റെ മൂടി കൊണ്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ബാക്കി കുക്കീസൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളിതിൽ പഞ്ചസാര പൊടിക്ക് പകരം ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജാഗറി പൗഡർ ഉപയോഗിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നട്ട്സ് പൊടിച്ച് ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ബിസ്ക്കറ്റായി കിട്ടും. ഇവിടെ നട്ട്സ് ബിസ്ക്കറ്റും ഉണ്ടാക്കാറുണ്ട്, ഇതും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് 170-ൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. പാത്രത്തിലും ഓവനില്ലെങ്കിൽ പാത്രത്തിലും ഇത് ബേക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ നേരത്തെ ബിസ്ക്കറ്റ് ഇതേപോലെ തന്നെ ബട്ടർ കുക്കീസ് എങ്ങനെ പാത്രത്തിലും ഓവനിലും വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 170-ൽ 15 മിനിറ്റ്. ഓരോ ഓവനിൽ പ്രത്യേകം വേറെ ആയിരിക്കുമല്ലോ. ഇവിടുത്തെ ഓവനിൽ 15 മിനിറ്റാണ് വേണ്ടി വന്നത്. അപ്പോൾ അത് നോക്കി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, കമൻറ്റുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.